എറണാകുളം കാക്കനാട് DLF ഫ്ളാറ്റിൽ മലിനജലത്തിൽ നിന്ന് രോഗബാധയുണ്ടായി. 350-ലധികം പേരാണ് ഒരാഴ്ചക്കിടെ ചികിത്സ തേടിയത്. ഫ്ളാറ്റിലെ കുടിവെള്ളത്തിൽ നിന്നാണ് അണുബാധ ഉണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം. ജില്ലാ ആരോഗ്യ വിഭാഗം സ്ഥലത്ത് പരിശോധന നടത്തി. അലി അക്ബർ ഷാ പറയും കൂടുതൽ വിവരങ്ങൾ. ടവറുകൾ, 1228 ഫ്ളാറ്റുകളിലായി 5000-ലധികം താമസക്കാർ. കൊച്ചിയിലെ ഏറ്റവും വലിയ ഫ്ളാറ്റ് സമുച്ചയങ്ങളിൽ ഒന്നായ DLF-ൽ, അതായത് എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഫ്ളാറ്റ് സമുച്ചയത്തിലാണ് കുടിവെള്ളത്തിൽ നിന്നും ഭക്ഷ്യവിഷബാധയേറ്റ് 350-ലേറെ പേർ ചികിത്സ തേടിയത്. കുടിവെള്ളത്തിൽ നിന്ന് തന്നെയാണ് ഇത്രയും വലിയൊരു അണുബാധ ഉണ്ടായത് എന്നാണ് ഇപ്പോഴും നിഗമനമായി കണക്കാക്കുന്നത്. ഇപ്പോൾ DMOയുടെ നേതൃത്വത്തിൽ ഒരു യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ യോഗമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ യോഗത്തിന് ശേഷമാകും എന്താണ് ഇത്രയും വലിയൊരു അണുബാധയ്ക്ക് കാരണമായത് എന്ന് വ്യക്തമാവുകയുള്ളൂ. മെയ് മാസത്തിലാണ് ഫ്ളാറ്റിലെ താമസക്കാർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങിയത്. കഴിഞ്ഞ 4 ദിവസത്തിനിടെ ഈ സ്ഥിതി കൂടുതൽ വഷളാവുകയായിരുന്നു. കൂടുതൽ ആളുകളും ചികിത്സ തേടിയത് വയറിളക്കവും ഛർദിലും വന്നാണ്. ചികിത്സ തേടിയവരിൽ 25 പേർ 5 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളാണ്. മെയ് 29-ന് നടത്തിയ പരിശോധനയിൽ തന്നെ ഈ വെള്ളത്തിൽ ഇക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നെന്നും എന്നാൽ ആവശ്യമായ നടപടികൾ അസോസിയേഷൻ ഉൾപ്പെടെ സ്വീകരിച്ചില്ല എന്നുമാണ് താമസക്കാരുടെ ആരോപണം. ഒരു ഫ്ലാറ്റിൽ തന്നെ 2-3 ആൾക്കാർ, പ്രായമുള്ള ആൾക്കാർ, കുട്ടികൾ, അവർക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റഡ്. 29/5-ന് ഇവിടുത്തെ വെള്ളം ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. 29/5-ന് ടെസ്റ്റ് ചെയ്തിട്ട് അതിൽ ഈക്കോളി പ്രസൻസ് കാണിച്ചിട്ടുണ്ട്. വെള്ളം നോട്ട് ഗുഡ് എന്നുള്ളത് അതിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ അത് എന്തുകൊണ്ടോ നമ്മൾ ഇവിടുത്തെ അതോറിറ്റീസ് എല്ലാവരും അത് ചെയ്യുന്നുണ്ടാവുമായിരിക്കും. പക്ഷേ അതിനുശേഷം ഇത് രൂക്ഷമായിട്ട് കൂടുകയാണ് ചെയ്യുന്നത്. ഇന്നലെ മാത്രം ഓരോ ബ്ലോക്കിലും 35 അപ്പാർട്ട്മെൻറ്റ് എഫക്റ്റഡാണ്. ഇന്നലെ കണക്കെടുത്ത പ്രകാരം ഞാൻ ക്യൂ ബ്ലോക്കിലാണ്. ക്യൂ ബ്ലോക്കിൽ ഇന്നലെ 35 അപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർ എഫക്റ്റഡാണ്. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഉമാ തോമസ് MLA ഉൾപ്പെടെയുള്ളവർ ഫ്ളാറ്റ് സന്ദർശിച്ചിരുന്നു. ഈ ഫ്ളാറ്റിലുണ്ടായ പ്രതിസന്ധി മുനിസിപ്പാലിറ്റിയെ അറിയിക്കുന്നതിൽ വലിയ വീഴ്ച സംഭവിച്ചുവെന്നാണ് ഉമാ തോമസ് MLA മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത്. എന്തൊക്കെയാണെങ്കിലും ഇപ്പോൾ അൾട്ടിമേറ്റായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് പേർക്ക് അസുഖമുണ്ട്. അത് 6000-ഓളം പേര് ഇവിടെ താമസിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് അഡ്രസ്സ് ചെയ്യേണ്ട വിഷയം തന്നെയാണ്. ഇത് അറിയിച്ചില്ല എന്നുള്ളത് വലിയ തെറ്റ് തന്നെയാണ്. കുഴൽക്കിണർ ഉൾപ്പെടെ 1-ലധികം സ്രോതസ്സുകളിൽ നിന്നാണ് ഫ്ളാറ്റിലുള്ളവർ വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ അണുബാധ എവിടെ നിന്നുണ്ടായി എന്ന് പരിശോധനയിൽ കണ്ടെത്തേണ്ടതുണ്ട്. നിലവിൽ ഈ പ്രതിസന്ധി ഉണ്ടായ സാഹചര്യത്തിൽ ടാങ്കറുകളിലാക്കി ശുദ്ധജലം ഫ്ളാറ്റിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നും കൈക്കൊണ്ടിരിക്കുന്ന പ്രതിരോധ നടപടികൾ ഫലം കാണുമെന്നാണ് പ്രതീക്ഷയെന്നുമാണ് DLF ഫ്ളാറ്റിന്റെ അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നത്. ഇന്നലെ DMO ഇവിടെ വന്നിരുന്നു. DMOയും ഇതിൻ്റെ എക്സ്പേർട്സും വന്നിരുന്നു. അവർ പറഞ്ഞ ഒരു പ്രധാന സ്റ്റേറ്റ്മെൻറ്റ്, ഈ പറയുന്ന അസുഖങ്ങൾ ഇപ്പോൾ ഇവിടെ കാണിക്കപ്പെടുന്ന അസുഖങ്ങളുടെ കാരണം ഈക്കോളിയോ കോളിഫോമോ ആണോ എന്ന് കൺഫേം ചെയ്തിട്ടില്ല. ആഫ്റ്റർ ദാറ്റ് അനാലിസിസ് only we can confirm what is the real cause of the diseases that are spreading. ഈ പറയുന്ന വാട്ടർ ബോൺ ഡിസീസസ് ഹൈലി കണ്ടേജിയസ് ആണ്. ഫ്ളാറ്റിലെ ഒരു താമസക്കാരൻ ആരോഗ്യവകുപ്പ് മന്ത്രിയെ ഇന്നലെ ഫോണിൽ വിളിച്ചറിയിക്കുമ്പോൾ മാത്രമാണ് ആരോഗ്യവകുപ്പ് ഈ രോഗവ്യാപനത്തിന്റെ വിവരം അറിയുന്നത്. രോഗം ബാധിച്ചവർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയതുകൊണ്ടാണ് ആരോഗ്യവകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടാതെ പോയത് എന്നാണ് വിശദീകരണം. എന്തായാലും DLF ഫ്ളാറ്റിലുണ്ടായ പ്രതിസന്ധി ഗൗരവകരമായി കാണുന്നുവെന്നും അതിശക്തമായ നടപടി സ്വീകരിക്കുമെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് രജീഷിനൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.